നമസ്കാരം. സാധാരണഗതിയിൽ ഒരു ദുരന്തമുഖത്ത് പ്രവർത്തിക്കുന്നതിനേക്കാൾ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ സമയം അവിടെ സ്പെൻഡ് ചെയ്യുകയും വയനാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകനും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള PM മുഹമ്മദ് റിയാസ് ഒക്കെ. അത് ഇരുവരുടെയും അവിടെയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോ ദിവസവും റിപ്പോർട്ടുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനായി വെള്ളമുണ്ടൊക്കെ ഉടുത്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന PM മുഹമ്മദ് റിയാസിനെയും അതുപോലെ കണ്ണിൽ കണ്ടുകൂടാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കയ്യിലെടുക്കാൻ വേണ്ടി താല്പര്യമില്ല എങ്കിൽ പോലും ഇല്ലാത്ത വിനയം അഭിനയിച്ച് കെങ്കേമ പ്രകടനം കാഴ്ചവെച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു പക്ഷേ സാധാരണഗതിയിൽ ചിന്തിക്കുന്നത് ഇതായിരിക്കും: നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും പൊതുമരാമത്ത് മന്ത്രിയും ഒക്കെ ജനങ്ങളുടെ സങ്കടം അത് സ്വന്തം സങ്കടമാക്കുന്നു, അവരെ ഒപ്പം ചേർത്ത് നിൽക്കുന്നു, ഇവർ മാറി എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ ഇത് ഒരു ചെറിയ തരത്തിലുള്ള പൊറോട്ട നാടകമാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതായത് വയനാട്ടുകാരെ ഇനി പുനരധിവസിപ്പിക്കുക എന്നതിനേക്കാൾ ഇത്തരത്തിൽ വയനാട്ടുകാർക്ക് വലിയൊരു അപകടം ഉണ്ടാകാനും മരണം സംഭവിക്കാനും ഒക്കെയുള്ള കാരണക്കാരിൽ അറിയാതെയെങ്കിലും തങ്ങളും ഉത്തരവാദികളായി എന്നുള്ള കുറ്റബോധമാണ് ഈ മുഖ്യമന്ത്രിയെയും റിയാസിനെയും ഒക്കെ ഇത്തരത്തിൽ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ പറഞ്ഞു തരാം. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മുടെ ആമയിഞ്ചാൻ തോട്ടിൽ, അതായത് തിരുവനന്തപുരം ആമയിഞ്ചാൻ തോട്ടിൽ ജോയ് എന്ന ഒരു ശുചീകരണ തൊഴിലാളി മാലിന്യങ്ങൾ കൂമ്പാരം വൃത്തിയാക്കുന്നതിന് മരണപ്പെടുന്നത്. നഗരസഭയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും മാലിന്യ സംസ്കരണത്തിനുമൊക്കെ വേണ്ടി 8 കോടി രൂപ ഒരു വർഷം പിരിച്ചെടുത്ത മേയർ ആര്യ രാജേന്ദ്രൻ അതിൽ 5 കോടി മാത്രം ഉപയോഗിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു മെല്ലപ്പോക്ക് കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കി അതിൽ കുറ്റബോധം കൊണ്ട് ഇപ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ അതിശക്തമായി തന്നെ പ്രവർത്തിക്കുന്നത് നാം കാണുന്നുണ്ട്. കോർപ്പറേഷന്റെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിശക്തമായിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് മേയർക്ക് കുറ്റബോധം വന്നതുകൊണ്ട് അതേ നടപടി തന്നെയാണ് ഇവിടെ ഇപ്പോൾ വയനാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും ഒക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം വയനാട്ടിൽ അനധികൃതമായി നിരവധി റിസോർട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനൊക്കെ പലതരത്തിൽ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വയനാട്ടുകാരുടെ ദുരന്തത്തിന് ഒരു കാരണക്കാർ ഈ സർക്കാർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊക്കെ കുറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നത് അതിന്റെ അനന്തരഫലമാണ് വയനാട്ടുകാർക്ക് ഈ ഒരു ദുരന്തമായി വന്നത് എന്നും ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്നതൊക്കെയുള്ള ഒരു കുറ്റബോധമായിരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയനെയും പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസിനെയും ഒക്കെ ഇപ്പോൾ അലട്ടുന്നത് എന്നതാണ്. ഇത് മാത്രവുമല്ല, ഇതിനൊക്കെ പിന്നിൽ ഇത്തരത്തിൽ അനധികൃതമായി നൽകിയിരിക്കുന്ന റിസോർട്ട് നിർമ്മിക്കാനുള്ള അനുവാദം നൽകിയത് ഈ സർക്കാരാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാകുന്നത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരിക എന്നതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതൽ പ്രവർത്തന സജ്ജമാകുമ്പോൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളിലേക്ക് അധികം ശ്രദ്ധ പോകില്ല എന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മുഹമ്മദ് റിയാസും ഒക്കെ ഇപ്പോൾ വയനാട്ടുകാർക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. 2018 മുതൽ നിരന്തരം ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുള്ള പ്രദേശത്താണ് ഒടുവിൽ വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മുഖ്യധാരാ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ ഡ്രിങ്കറിംഗ് ഫാക്ടർ കനത്ത മഴ തന്നെയാണ് എന്ന് ദുരന്തത്തിന് പിന്നാലെ ജിയോളജിക്കൽ സർവേ ഇന്ത്യ കണ്ടെത്തിയിട്ടുണ്ട്. പ്രദേശത്ത് നടത്തിയ പ്രാഥമിക പഠനത്തിലാണ് ഈ കാര്യം കണ്ടെത്തിയത്. അപകടമുണ്ടായ പ്രദേശത്ത് 2018 മുതൽ ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. 2019 പുത്തുമലയിലേത് ഉൾപ്പെടെ വെള്ളരിമലയിലും ചൂരൽമലയിലും ഒക്കെയായി ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഉരുൾപൊട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. ജൂലൈ 3-ാം വാരം മുതൽ ഈ മേഖലയിൽ തുടർച്ചയായ മഴ പെയ്തിട്ടുമുണ്ട്. ദുരന്തമുണ്ടായതിന് മുമ്പുള്ള 24 മണിക്കൂറിൽ പുത്തുമലയിൽ പെയ്തിറങ്ങിയത് 372.6 മില്ലിമീറ്റർ മഴയാണ്. തെറ്റമലയിൽ 409 മില്ലിമീറ്റർ മഴയും പെയ്തു എന്നതാണ് റിപ്പോർട്ടുകൾ. സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ മഴ കനത്തിരുന്നു. തുടർച്ചയായി മഴ പെയ്തത് നനഞ്ഞു കുതിർന്ന് കിടന്ന പ്രദേശം അധികമായി കനത്ത മഴ പെയ്തിറങ്ങിയപ്പോൾ മർദ്ദം താങ്ങാനാകാത്ത സാഹചര്യത്തിലേക്ക് എത്തി. അതാണ് ഉരുൾപൊട്ടലിന് ഇടയാക്കിയത് എന്ന് GSI കണ്ടെത്തിയിരുന്നു. ഉരുൾപൊട്ടലിനെ തുടർന്ന്
പാറക്കല്ലുകളും മണ്ണും ചെളിയും വെള്ളവും 7 കിലോമീറ്റർ ദൂരം ഒഴുകി. ദ്രുതഗതിയിൽ അവശിഷ്ടങ്ങൾ ഒഴുകി ആ കുത്തൊഴുക്കൽ പുന്നപ്പുഴയിലൂടെ ഗതി മാറി. അങ്ങനെ മുണ്ടക്കായും ചൂരൽമലയും ശവപ്പറമ്പായി മാറിയെന്നാണ് GSI റിപ്പോർട്ടിൽ പറയുന്നത്. ഉരുൾപൊട്ടലിന്റെ പ്രവാഹ കേന്ദ്രങ്ങളിൽ 25 മുതൽ 40 ഡിഗ്രി വരെ ചരിവ്, 5 മീറ്റർ വരെ മേൽമണ്ണിന്റെ കനം ഉണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മേഖലയിൽ GSI പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. അന്ന് ചൂരൽമല, മുണ്ടക്കായ്, വെള്ളരിമല, അട്ടമല ഭാഗങ്ങൾ ഉരുൾപൊട്ടലിന് മിതമായ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് എന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ പ്രദേശത്തിന്റെ ഉയർന്ന മലപ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യത പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് മാത്രവുമല്ല, ഈ പ്രദേശത്തിന്റെ ഉയർന്ന മലമ്പ്രദേശങ്ങൾ അതീവ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണ് എന്ന പട്ടികയിലും ഉൾപ്പെടുത്തി. GSI ഈ മേഖലയിൽ വിശദമായ പഠനം നടത്താൻ വീണ്ടും ഒരുങ്ങുകയാണ്. ഇതിനുശേഷമായിരിക്കും മുണ്ടക്കായും ചൂരൽമലയും തകർത്തെറിഞ്ഞത് ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രമൊക്കെ തെളിയുക. പക്ഷേ ഇതൊരു കാരണം തന്നെയായി വ്യക്തമാകുന്നുണ്ട്. പാരിസ്ഥിതിക ആഘാതം അടക്കം ദുരന്തത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വരാൻ പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരം റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ കളക്ടറേറ്റിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും കൂട്ടി വായിക്കേണ്ടി വരുന്നത്. കളക്ടറേറ്റിൽ നിന്ന് പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ദുരന്ത കാരണം ക്വാറികളല്ല, എന്നാൽ അതിനേക്കാൾ വലിയ പ്രശ്നം പിന്നിലുണ്ട് എന്ന് പറയുന്നു. ഉരുൾപൊട്ടൽ നടന്ന മുണ്ടക്കായ് ചൂരൽമല മേഖലയിൽ 3 പഞ്ചായത്തുകളിലെ 30-ൽ പരം റിസോർട്ടുകളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. സുരക്ഷിതമല്ലാത്ത കിഴുക്കാംതുക്കായ സ്ഥലത്താണ് ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെയാണ് കെട്ടിടങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിർമ്മിച്ചതാണ് എന്ന ദുരന്തത്തിന്റെ ആഴം കൂട്ടിയതിന് കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്രയും റിസോർട്ടുകൾ അപ്പോൾ കെട്ടിപ്പടുക്കാൻ ആരാണ് അനുവാദം നൽകിയത് എന്നത് ഇവിടെയാണ് ചോദ്യം ഉന്നയിക്കപ്പെടുന്നത്. അത് ചെന്നെത്തുക നമ്മുടെ ഇവിടുത്തെ ടൂറിസം വകുപ്പിലേക്ക് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ടൂറിസത്തിന്റെ മറവിൽ മലയോര മേഖലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നതും ഇതെല്ലാം ചോദ്യമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് പിണറായി സർക്കാരും അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രിയും ഒക്കെ വെട്ടിലാകുന്ന കാര്യം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനധികൃതമായി കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാൻ അവസരം നൽകിയിരിക്കുന്ന സർക്കാരിനെതിരെയും പൊതുമരാമത്ത് ടൂറിസം വകുപ്പിനെതിരെയും ഒക്കെ ആക്ഷേപങ്ങൾ ഉയരും എന്നത് ഉറപ്പായത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഈ വിഷയങ്ങളൊക്കെ മാറ്റിമറിച്ച് നമ്മൾ കൂടുതൽ രക്ഷാപ്രവർത്തനം എന്നുള്ള രീതിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്ന് ചെറിയ രീതിയിൽ വഴി തിരിച്ചുവിടാനുള്ള ശ്രമം ഈ മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നതാണ് വിലയിരുത്തൽ. എന്തായാലും വയനാട്ടുകാർക്ക് വേണ്ടിയുള്ള സഹായം അത് ഒരിക്കലും നിർത്തണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇവിടെ പറയേണ്ടുന്ന, ചർച്ച ചെയ്യേണ്ടുന്ന, അധികാരികളുടെ കണ്ണു തുറക്കേണ്ടുന്ന മറ്റൊരു വിഷയം തന്നെയാണ് ഈ പറയുന്ന അനധികൃത കയ്യേറ്റങ്ങളിലൊക്കെ തന്നെ. അത് എത്ര തെറ്റാരുടെ ഭാഗത്താണെങ്കിലും അത് ഇനിയും ആവർത്തിക്കാതിരിക്കുക എന്നതിന് ഈ ഒരു റിപ്പോർട്ടുകളൊക്കെ കൃത്യമായി തന്നെ പുറത്തു വരേണ്ടതുണ്ട്.